Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. 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 എല്ലാവർക്കും സന്തോഷമാണ്. ദാനിയേലച്ചൻ്റെ പ്രസംഗം കേൾക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. അച്ഛൻ പറയുന്നത് സന്തോഷമാണെന്ന് പറയുമ്പം അച്ഛനതിൽ തൃപ്തിയില്ല. ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറയാൻ അച്ഛൻ പറയിപ്പിക്കുന്നത്. അതായത് കൂട്ടായ്മ ഏറ്റു പറഞ്ഞുകൊണ്ട്. പക്ഷേ സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സന്തോഷിച്ചുല്ലസിക്കാമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. 118-ാം സങ്കീർത്തനം. ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കാരണം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണിന്ന്. നമ്മുടെ മാനുഷിക ചിന്തയിൽ, മനുഷ്യബുദ്ധിയിൽ നോക്കിയാൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. കാരണം ഒരവധി ദിവസം, നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്ന ദിവസം, അല്ലെങ്കിൽ വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ദിവസം. എന്നാൽ മാറ്റമില്ലാത്ത വചനം പരിപൂർണമായിട്ടും വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ പരമപരിശുദ്ധനായ സർവാധിപനായ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ, അവിടുത്തെ വചനം കേൾക്കാൻ, അവിടുത്തെ ജ്ഞാനത്തിൽ നിറയപ്പെടാനൊക്കെ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കാരണം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു ദിവസമാണെന്ന്. നമ്മുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഈ നിമിഷം നമ്മൾ നമ്മുടെ ദൈവത്തെ എല്ലാം മറന്ന് സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഈ കൂട്ടായ്മയിൽ നമുക്കറിയാം, നമ്മുടെ 4 ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെ അനേകരുണ്ടായിരുന്നു. എന്നാലും തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിൽ നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി ഈ കൂട്ടായ്മയിലേക്ക് അവിടുന്ന് ഈ നിമിഷം വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് നമ്മുടെ കോർ ടീം കോർഡിനേറ്റർ നമ്മളെ വിളിച്ചത് കൊണ്ടല്ല, നമ്മൾ ആഗ്രഹിച്ചു വന്നതുകൊണ്ടല്ല. റോമ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അതെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ ഈ വലിയ കാരുണ്യത്തിന് മുൻപിൽ, ഈ സ്നേഹത്തിന് മുൻപിൽ എളിമയോടെ വിശ്വാസത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ ആരംഭത്തിലെ സങ്കീർത്തനത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിന് മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. 35-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നതാണിത്. കർത്താവെ, അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? മഹാസഭയിൽ അങ്ങേക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കും, ജനസമൂഹത്തിൽ അങ്ങേ ഞാൻ സ്തുതിക്കും. അതെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ തമ്പുരാനെ ജനസമൂഹത്തിൽ സ്തുതിക്കാൻ, ആരാധിക്കാൻ അവിടുന്ന് നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. 117-ാം സങ്കീർത്തനം. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്ന ആ വിശ്വസ്തതയിലാണ് ഈ നിമിഷം ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. അവിടുത്തെ അനന്തമായ കാരുണ്യത്താലാണ് ഈ നിമിഷം ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്, സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ അതുപോലുള്ള ഒരു സ്വരം അവിടുന്ന് പറയുന്നു. സ്തുതിക്കുന്ന വൃത്തത്തോട് ചേർന്ന് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഈ നിമിഷം ഈ സ്വർഗീയ അനുഭവത്തിലേക്ക് തമ്പുരാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരമപരിശുദ്ധനായ തമ്പുരാനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, തമ്പുരാനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 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 സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ ധരങ്ങളും തുറന്ന്, എല്ലാ ഹൃദയങ്ങളും തുറന്ന്, എല്ലാ കാര്യങ്ങളും എടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. സർവാധിപനായ നമ്മുടെ കർത്താവ്, സർവശക്തനായ അത്യുന്നതനായ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. 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 ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 രാജാക്കന്മാരുടെ രാജാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആനന്ദത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഗായിക സംഘത്തോട് ചേർന്ന് പാടി അവിടുത്തെ സ്തുതിക്കാം. രാജാതിരാജാവായ നമ്മുടെ ഈശോനെ, നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ കർത്താവ് ഈ നിമിഷം നമ്മളെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിച്ച ആ വലിയ കാരുണ്യത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഈ മണിക്കൂറുകൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാം മറന്ന് തമ്പുരാനെ സ്തുതിക്കാം. അത്യുന്നതനാണ് നമ്മുടെ കർത്താവ്, സർവാധിപനാണ്. സന്തോഷത്തോടെ കരങ്ങളടിച്ച് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ സന്തോഷത്തോടെ എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ടേ നമ്മുടെ തമ്പുരാനു വേണ്ടി കരങ്ങൾ ഉയർത്തിക്കൊണ്ടേ. പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഒരുമിച്ച് ഈ പാർശ്വലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. തമ്പുരാന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ശക്തമായിട്ട് അനുഭവിച്ചുകൊണ്ട് നമുക്ക് പാടാം. തൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോട് ചേർക്കാൻ നമ്മുടെ ഈശോ കടന്നു വരുന്ന നിമിഷങ്ങളാണിത്. അതെ പ്രിയപ്പെട്ടവരെ, ആ സമൂഹത്തിൽ, ഈ സമൂഹത്തിൽ നമുക്ക് നമ്മുടെ സ്വർഗീയ ആനന്ദം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ നിത്യജീവിതത്തിലെ ആനന്ദം. എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷമായി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. സ്വർഗീയ സന്തോഷം അനുഭവിച്ച് സന്തോഷത്തോടെ നമുക്ക് ഏറ്റുപാടാം. ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ചേർന്ന് പാടാം. ഈ പാർശ്വലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. തൻ്റെ അവസാന തുള്ളി രക്തം പോലും നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ഈശോയുടെ കൂടെയാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. മേഘവാഹനത്തിൽ അവിടുന്ന് വീണ്ടും വരുമ്പോൾ സന്തോഷത്തോടെ അവിടുത്തെ സ്വീകരിക്കാനുള്ള ആ ആത്മസന്തോഷത്താൽ നിറഞ്ഞ് നമുക്ക് വീണ്ടും ഏറ്റുപാടാം. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതനുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതനും. ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഉച്ചത്തിൽ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ
ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ തമ്പുരാനെ നാമമേറ്റു പറഞ്ഞു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നന്ദി. അപ്പ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അപ്പ സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ഈശോ, നന്ദി ഈശോ, നന്ദി ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അപ്പ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിറഞ്ഞ ആനന്ദത്തോടെ നമുക്ക് ശാന്തരായിരിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ വിജയഗീതം നമ്മൾ കാണുന്നുണ്ട്. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേത് പോലുള്ള ശക്തമായ ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. മഹത്വവും ശക്തിയും രക്ഷയും നമ്മുടെ ദൈവത്തിൻ്റേതാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും തമ്പുരാനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ തമ്പുരാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ്. നാം ഓരോ നിമിഷവും സ്തുതിക്കുമ്പോൾ അവിടുത്തെ മഹത്വത്തിൽ അവിടുന്ന് നമ്മെ പങ്കുകാരാക്കുകയാണ്. കാരണം അവിടുത്തേക്ക് നമ്മുടെ സ്തുതികൾ ആവശ്യമില്ല. അവിടുന്ന് സ്തുതികളിൽ ഉന്നതനാണ്, പൂരിതനാണ്. അവിടുത്തെ സ്തുതികളിലേക്ക് നമുക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല. നമ്മളെ അവിടുത്തോട് കൂട്ടിച്ചേർക്കാനാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും സഹനങ്ങളിലുമൊക്കെ നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സദൃശ്യനായി തീർന്ന ഒരു കർത്താവിൻ്റെ കൂടെയാണ് ഓരോ നിമിഷവുമുള്ള നമ്മുടെ ജീവിതം. അതെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞെരുക്കപ്പെടുന്ന സമയങ്ങളിൽ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സാന്നിധ്യം നമുക്ക് അഗ്രാഹ്യമായിരിക്കാം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ മുൻപിലുണ്ടാകാം. മറുപടി കിട്ടാത്ത യാചനകളുമായിട്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. തനിക്കൊരു പുത്രൻ, അടുത്ത വർഷം ഞാൻ വസന്തത്തിൽ വരുമ്പോൾ ഒരു പുത്രനുണ്ടാകുമെന്ന് പറഞ്ഞത് കേട്ട് ചിരിച്ച സാറായോട് കർത്താവ് ചോദിച്ചില്ലേ, കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവം അത്യുന്നതനാണ്. തൻ്റെ ശരീരത്തിലെ മുള്ളെടുത്തു മാറ്റാൻ 3 പ്രാവശ്യം കേണപേക്ഷിച്ച സ്ലീഹായോട് അവിടുന്ന് പറഞ്ഞില്ലേ, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. സ്ലീഹായെ പോലെ ഈ നിമിഷം നമുക്ക് ഏറ്റു പറയാം, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ചും ഞാൻ പ്രശംസിക്കും അവിടുത്തെ. എൻ്റെ സങ്കടങ്ങളെക്കുറിച്ചും ഞാൻ ആനന്ദിക്കും. എൻ്റെ വേദനകളെക്കുറിച്ചും ഞാൻ അവിടുത്തെ സ്തുതിക്കും. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പത്രോസ് സ്ലീഹായിലൂടെ അവിടുന്ന് പറയുന്നില്ലേ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. അവിടുത്തെ സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അതേ പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ പറയുന്നില്ലേ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആർക്കാണ് ഉത്തരം ലഭിക്കാത്തത്? കാരാഗ്രഹത്തിലെ ബന്ധനത്തിലും കീർത്തനം പാടി കർത്താവിനെ സ്തുതിച്ച പൗലോസിനെയും സീലാസിനെയും പോലെ തീച്ചൂളയിൽ ദൈവത്തെ കീർത്തനം പാടി ആരാധിച്ച 3 യുവാക്കളെ പോലെ, അതേ പ്രിയപ്പെട്ടവരെ, സിംഹക്കുഴിയിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദാനിയേൽ പ്രവാചകനെ പോലെ
അതിബൃഹത്തായ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റിനും ഇസ്രായേൽ ജനം കർത്താവിനെ പാടി സ്തുതിച്ചതുപോലെ ഈ നിമിഷം ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ തമ്പുരാന് വേണ്ടി ഉയരട്ടെ. നമ്മുടെ വേദനകളെ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ സങ്കടങ്ങളെ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? വിശ്വാസത്തോടെ ഈ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ ഞങ്ങൾ അങ്ങേരെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സങ്കടങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, എൻ്റെ രോഗാവസ്ഥകളെ സമർപ്പിച്ച് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ ബലഹീനതകളെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ വേദനകളെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. നാവിനെ വിട്ടുകൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയുടെ കൃപ ഒഴുകുന്നു. വിശ്വസിക്കാം, തീഷ്ണതയിൽ അഭിലഷിക്കാം. കർത്താവേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ എന്ന് ആരാധിക്കാം. ശക്തി കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഭഗവങ്ങളെ തുറക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. അഭിഷേകം, അഭിഷേകം. ബന്ധനം അഴിയുന്നു, ബന്ധനം അഴിയുന്നു. ഹാല 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 ഹാല. ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. സന്തോഷത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്ന് ഗായിക സംഘത്തോട് ചേർന്ന് ഏറ്റുപാടി അവിടുത്തെ ആശ്രയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ആശ്രയം വിശ്വാസത്തോടെ കരങ്ങളടിച്ച് പൂർണ്ണമായിട്ട് ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പാടാം. കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ, കർത്താവിനെന്നും എന്റെ ആശ്രയം. കർത്തൃസേവയും നാടൻ ജീവിതം, കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ. തന്റെ ജീവൻ നമുക്ക് വേണ്ടി പരിപൂർണമായിട്ട് തന്ന നമ്മുടെ ഈശോ ഒരു ദുഃഖത്തിലും നമ്മെ തള്ളാതെ നമ്മളെ കരം ചേർത്ത് പിടിക്കാൻ വരുന്ന നമ്മുടെ ഈശോയിലെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. അണിപ്പാടുള്ള കരങ്ങളിൽ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ, തല്ലുകില്ല ഏതു ദുഃഖനാളിലും. തന്റെരോ കൈകളാൽ താങ്ങി നടത്തിയിടും തൻ സ്നേഹം ചൊല്ലാൻ പോയ വാക്കുകൾ. തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തന്റെരോ കൈകളാൽ താങ്ങി നടത്തിയിടും തൻ സ്നേഹം ചൊല്ലാൻ പോയ വാക്കുകൾ. അതുപാടി ഞാൻ ആനന്ദത്തോടെ
കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുവേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുവേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താനാവില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവിടുത്തെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിപ്പാതയിൽ. പണ്ടിനാ പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലവൻ ചൊല്ലുകിൽ എല്ലാം മാറിടും. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിപ്പാതയിൽ. പണ്ടിനാ പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലവൻ ചൊല്ലുകിൽ എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുവേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുവേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ചെറുപാടിയെ ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഒരിക്കൽ കൂടി ഇത്ര നല്ല ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. സ്തുതി സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ. വലിയ സ്നേഹത്തിന് രാജാവായ ഈശോയെ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന ആരാധന ആരാധന. ഒരിക്കൽ കൂടി അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിച്ച് ശാന്തരായി നമുക്കിരിക്കാം. സങ്കീർത്തനം 99:9 ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഒരു പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന പരമപരിശുദ്ധനായ നമ്മുടെ കർത്താവ് ഇതാ നാം ഒരുക്കിയ സ്തുതിയുടെ സിംഹാസനത്തിൽ നിന്നും നമ്മെ അനുഗ്രഹിക്കാനായി, നമ്മെ ആശീർവദിക്കാനായി, നമ്മെ തന്നോട് ചേർത്ത് പിടിക്കാനായി കടന്നു വരുന്ന നിമിഷങ്ങളാണിത്. എവിടെയെല്ലാം ദൈവജനം കർത്താവിനെ ആരാധിക്കുന്നുവോ അവിടെയെല്ലാം അവിടുന്ന് കടന്നു വരും തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ. മഹത്വത്തോടെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ ഇതാ ഈ നിമിഷം നമ്മുടെ കൂട്ടായ്മയിലും അവിടുന്നുണ്ട്. പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ ആ ആലയത്തിൽ കണ്ട അതേ മഹത്വം, സെറാഫുകൾ പോലും അവിടുത്തെ നോക്കാൻ ഭയപ്പെട്ട് ചിറകുകൾ കൊണ്ട് മുഖം മറച്ചിരുന്നു. സീനായി മലയിൽ അഗ്നിയിലിറങ്ങി വന്ന ആ തമ്പുരാൻ്റെ മഹത്വത്തിന് മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ നിമിഷം അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. എല്ലാ സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ അത്യുന്നതനായ പരമപരിശുദ്ധനായ കർത്താവിൻ്റെ മുൻപിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഏറെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഈ നിമിഷം നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഇസ്രായേലെ കേൾക്കുക, ക്ഷമ ഇസ്രായേൽ. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും
പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ സ്നേഹത്തിൽ നിറഞ്ഞ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സ്നേഹ നമ്മെ പഠിപ്പിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധവും സജീവവുമായ ഒരു ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. എല്ലാം സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്കായി, തന്നെ തള്ളിപ്പറഞ്ഞവന് വേണ്ടിയും തന്നെ ഉപേക്ഷിച്ചു പോയവർക്ക് വേണ്ടിയും ആ തിബേരിയോസിൻ്റെ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരുന്ന നമ്മുടെ കർത്താവാണ് ഈ നിമിഷം നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി നമ്മോട്, മകനെ മകളെ, നീ എന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ വേദനകളെക്കാളുപരി, രോഗങ്ങളെക്കാളുപരി, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെക്കാളുപരി, നിൻ്റെ ജോലി മേഖലയെക്കാളുപരി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലായിരിക്കുന്ന തമ്പുരാൻ്റെ കരങ്ങളിൽ ജീവിതത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. അതേ സഹോദരങ്ങളെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയം തൊട്ട് നമുക്ക് ഏറ്റു പറയാം. ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ദൈവപുത്രനായ ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നിശബ്ദതയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണിത്, വിടുതലിൻ്റെ നിമിഷങ്ങളാണിത്. ഈ ആരാധന ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക് ആരാധന പാടാം. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. യേശുവേ, ഹൃദയത്തിൽ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കാം. നിറഞ്ഞ ഹൃദയത്തോടെ ആരാധനകളും തുറന്നു ഹോശാന. കരങ്ങൾ ഉയർത്തി വീശി വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് അവിടത്തേക്ക് ആരാധന പാടാം. സമാധാനത്തിൻ്റെ രാജാവാണ് നമ്മുടെ മുൻപിൽ. അണിപ്പാടുള്ള ആ കരങ്ങളിൽ ആശ്വാസം പകരാനാണ് അവിടുന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. വിടുതലിൻ്റെ ഈ നിമിഷങ്ങളിൽ, സൗഖ്യത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ അവിടുത്തെ സ്നേഹം മതിയാവോളം ആസ്വദിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തേക്ക് ആരാധന പാടാം. അവിടുന്ന് നിങ്ങളുടെ സമാധാനമാണ്. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. ഒരിക്കൽ കൂടി ആരാധിക്കട്ടെ. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഏറ്റുപാടാം വിശ്വാസത്തോടെ. കരങ്ങൾ വീശി ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ, ഹോശാന, ഹല്ലേലൂയ. സ്വർഗീയ ഗണം മുഴുവനോടും ചേർന്നാണ് ഈ നിമിഷം നാം ആയിരിക്കുന്നത്. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് നമുക്ക് ഏറ്റു പറയാം. ഈശോയെ, അങ്ങാണ് എൻ്റെ ജീവൻ, അങ്ങാണ് എൻ്റെ മാർഗം, അങ്ങാണ് എൻ്റെ സത്യം. വിശ്വസിച്ചേറ്റു പാടുന്ന തമ്പുരാനെ, എൻ്റെ എല്ലാം എല്ലാം ഈശോയെ നീയാണ്. നീ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. മാലാഖമാർ പാടിയിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിയിടും ആരാധന. ഒരിക്കൽ കൂടി ആരാധന.
വിശുദ്ധന്മാർ ആരാധിക്കുന്നു. ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. ഹോശാന. ഹോശാന, ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ആവർത്തിച്ച് പാടാം. ഹോശാന, ആവർത്തിച്ച് പാടാം. ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ചേർന്ന് ഒരുമിച്ച്. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, സ്തുതി, സ്തുതി, സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സ്തുതികളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന കർത്താവെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാക്കി കർത്താവേ, അങ്ങയുടെ മക്കൾ ഉന്നതമൊക്കെയായി ഞങ്ങളെ തിരിച്ചയക്കണമേ. വലിയ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, ഹല്ലേലൂയ. സ്തുതി ആരാധനയാൽ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ നമ്മൾ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം.